ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അവൻ വന്ന് തന്റെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ. കാണാതിരുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും കണ്ടുമുട്ടി കെട്ടിപ്പുണർന്നു. அழகான ராட்சசியே அடி நெஞ்சில் குதிக்கிறியே அடி மனசாருவாமணையில் அறுக்கிறியே அருகம் புல்லுக்கு அறுக்க தெரியுமா பழந்த குமரினா ஆமா ஆயிரம் மீனுதா கொக்க முழுங்குமா தடுக்குமா வெளிய போட்டு நீ உள்ள காய்க்கிற கடல காடு நீ ஆமா உயிர உரிச்சு நீ கயிறு திரிக்கிற சுகம் சுகமா അവളുടെ ഓരോ പരാതികളും പരിഭവങ്ങളും അവൾ കേട്ടുകൊണ്ടിരുന്നു. സമയം തീരെയില്ലാത്തതിനാൽ വൈകുന്നേരം ബസ് വന്നപ്പോൾ അവളെ അതിൽ അവൻ യാത്രയാക്കി. അവൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. പോവാൻ രണ്ടുപേർക്കും താല്പര്യമില്ലായിരുന്നു. ബസ് മറയും വരെ അവർ തമ്മിൽ നോക്കി നിന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അവൾക്ക് അവനെ പിരിഞ്ഞതിൽ വിഷമമുണ്ടായിരുന്നു. പതിവ് പോലെ രാത്രി അവൻ വിളിച്ചു. എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു, ഞാൻ വരട്ടെ. അവൻ ആ ചോദ്യം ചോദിച്ചതും അവൾക്ക് സന്തോഷവും അതിലുപരി പേടിയും ഉണ്ടായിരുന്നു. അത് മനസ്സിലാ, എന്റെ തന്നെ കാണും. നിങ്ങൾ വൈകുന്നേരമല്ലേ കണ്ടുപോയത്? അതല്ലേ, നീ പുറത്ത് എന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. എന്നെ പിരിഞ്ഞു പോകുന്നതിലുള്ള സങ്കടം ഞാൻ ആ മുഖത്ത് കണ്ടു. അതാണ് എനിക്ക് എന്നെ കാണുമെന്ന് തോന്നിയത്. എന്നെ കാണുന്നത് നിർബന്ധമാണ്, അതും ഈ രാത്രി തന്നെ. അന്ന് രാത്രി 12 മണിയോടുകൂടി അവളെ കാണാൻ അവൻ വന്നു. അവർ ഇരുവരും പരസ്പരം ദീർഘനേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഉറക്കം വന്നവൻ മെല്ലെ അവളുടെ മാറിലേക്ക് തലസായിച്ച് കിടന്നുറങ്ങി. അവൾ അവന്റെ നെറ്റിയിൽ പതുക്കെ തലോടി. അറിയാതെ എപ്പോഴോ അവളും അവന്റെ നെഞ്ചിൽ തലസായിച്ച് കിടന്നുറങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ എണീറ്റു. ചൂടുകൊണ്ട് വേർത്ത് കുളിച്ച അവനെ അവൾ ജനാലയുടെ അടുത്ത് കൊണ്ടുപോയി. ഇരുവരും അങ്ങ് ആകാശത്തോടെ പൂർണ്ണചന്ദ്രനെ നോക്കി നിന്നു. എവിടെ നിന്നെന്നറിയാതെ ഒരു തണുത്ത കാറ്റ് ഇരുവരെയും പുലുക്കി. ആ തണുപ്പിൽ അവർ അവരെ തന്നെ മറന്നു. അവന്റെ അതിരം അവളുടെ അതിരത്തിലെ ലക്ഷ്യമിട്ടു. ആ ചുംബനാവസരത്തിൽ താർന്നവൻ അവന്റെ നെഞ്ചിൽ തലചായ്ച്ചു. അവന്റെ ഹൃദയം ഇടുപ്പ് കേട്ട് അവൾ പതുക്കെ കണ്ണോടടച്ചു. ഇരുവരെയും നിദ്രയിൽ മുക്കി. ഹലോ അമീസേ, ഇത് ചെറിയൊരു വൺഷോട്ടാണ്. യൂസ്വലി റിയൽ ഇൻസിഡന്റിന്റെ ബേസിലാണ്. റിയൽ ഇൻസിഡന്റ് ബേസിലല്ല, റിയൽ ഇൻസിഡന്റ് ആണ്. ഇതിലെ യഥാർത്ഥ കഥാപാത്രമായ ഗേളാണ് എനിക്കിത് എഴുതി തന്നത്. അവളുടെ സ്റ്റോറിയാണ് ഇത്. ഇപ്പടുത്ത് തന്നൊരു ഇൻസിഡന്റ് ആട്ടോ. പിന്നെ ഇതിനൊരു സ്പെഷ്യൽ പാട്ട് കൂടി ഉണ്ട്. അത് ഈ സ്റ്റോറി അവൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് അന്ന് രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടതായിരിക്കും ഇങ്ങനെ സ്പെഷ്യൽ പാട്ടായിട്ട് വരാൻ പോകുന്നത്. എത്രേ ഉള്ളൂ. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.